ഹായ് ഫ്രണ്ട്സ്, പ്രീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ അടുക്കള മുറ്റത്തെ കുക്കുംബർ കൃഷിയാണ്. എന്നെപ്പോലെ തുടക്കക്കാരാണ് കൃഷിയിൽ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കുക്കുംബർ കൃഷി. ഇത് നമ്മൾ നട്ടൊരു 30-35 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാനിതും നമ്മുടെ സദാനന്തപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ തൈയും ഒരു തൈക്ക് 4 രൂപ, 1.5 കിലോ 5 തൈ വാങ്ങി. എനിക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടി. ഇതിൽ വലിയ ചിലവോ എൻ്റെ കുറച്ച് സമയം ചിലവഴിച്ചതല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ കോഴിവളം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതിപ്പം നിങ്ങളിങ്ങനെ കുറച്ച് കാണുന്നതെന്ന് പറയുന്ന ഇതിൻ്റെ വിളവ് തീരാറായതിൻ്റെയാണ്. ഇത് കുറേ വിളവ് നമുക്ക് കിട്ടി. ഇതിപ്പോൾ ഇതിൻ്റെ പരിപാടി തീർന്നു. നമുക്ക് വിഷം അടിക്കാത്ത നല്ല കുക്കുംബർ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അതാ പറയുന്നത്, ആര് മനസ്സ് വെച്ചാലും കുറഞ്ഞ ചിലവിൽ നമുക്ക് അത്യാവശ്യം വിഷമില്ലാത്തത് കഴിക്കാം. ഇതുപോലെ നല്ല വിഷമില്ലാത്തത് നമ്മുടെ അടുക്കള മുറ്റത്തെ തോട്ടത്തിൽ നിന്ന് കഴിക്കാവുന്നതാണ്. പിന്നെ ദിവസം നമ്മുടെ ഒരു 24 മണിക്കൂർ, ഒരു അരമണിക്കൂർ അത് ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. വലിയ പരിചരണ രീതിയൊന്നും ഇതിന് വേണ്ട. പിന്നെ അത്യാവശ്യം വെള്ളം കൊടുക്കണം. ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വെള്ളം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയ കയർപ്പ് ഇതിനുണ്ടാവും, വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോഴേ. നന വേണം. ഞാൻ ഈ കുക്കുംബറിനോടൊപ്പം തന്നെയായിരുന്നു ക്യാബേജും ഈ കോളിഫ്ലവറും ഒക്കെ നട്ടത്. ഈ കോളിഫ്ലവർ താണ്ടെ ഇപ്പം ഇത് പൂക്കാൻ തുടങ്ങി, ഇതിന് മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നിൻ്റെ വിളവ് കഴിയുമ്പോഴേക്കും അടുത്തത് നമുക്ക് പരുവാകുന്നുണ്ട്. ഇതൊരു 30-35 ദിവസം തൊട്ട് നമുക്ക് കുക്കുംബർ വിളവെടുക്കാം. അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈ കോളിഫ്ലവറും നമ്മുടെ ക്യാബേജും അങ്ങനത്തെ ഐറ്റങ്ങൾ നമുക്ക് വിളവെടുക്കാം. നമ്മളൊരു കാര്യം ചെയ്ത് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കുക്കുംബർ നല്ലൊരു കൃഷിയാണ്. കുക്കുംബർ കൃഷി നല്ല തുടക്കക്കാർക്ക് പറ്റുന്നൊരു ഐറ്റമാണ്. പിന്നെ അതുപോലെയാണ് ഈ മുളകും ഇപ്പം ഒരു കുരുടിപ്പ് പോലെ ഉണ്ട്. ഞാനിതിന് കഞ്ഞിവെള്ളത്തിനകത്ത് ചാമ്പൽ ചേർത്ത് ഒഴിച്ച് കൊടുത്തപ്പോൾ ഒരു മാറ്റം കാണുന്നുണ്ട്. ഇതിലും നല്ല രീതിയിൽ എനിക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതും അതിനോടൊപ്പം തന്നെ നട്ടതാണ്. അതാണ് നമ്മൾ ഒരു വിളയെ മാത്രം ആശ്രയിച്ചിരിക്കാതെ 2-3-4 വിളകൾ നമുക്ക് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒന്നിൻ്റെ ഈൽഡ് കുറയുമ്പോഴേക്കും നമുക്ക് അടുത്തതിൽ നിന്നും കിട്ടിത്തുടങ്ങും. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് ബീൻസ് നട്ടിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം അതെനിക്ക് ശരിയായി കിട്ടിയില്ല. ബീൻസിൻ്റെത് ഇങ്ങനെ വന്നിട്ട് ഇത് പൂക്കുമ്പോഴേക്കും അത് നശിച്ചു പോയി. പൂവിട്ടായിരുന്നു, പക്ഷെ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അത് പോയി. പിന്നെ ഇവിടെ കാണുന്നത് ഇതിൻ്റെ അമരയുടെ വിത്ത് ഞാൻ മേടിച്ചിട്ട് ഇത് പാകി കിളിർപ്പിച്ചതാണ്. ഇത് അമരയുടേത്. പിന്നെ അടുത്തായിട്ട് നമുക്കുള്ളത് വെണ്ടയാണ്. ആ കുക്കുംബർ നട്ട അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വെണ്ട നട്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് വെണ്ട വിളവെടുക്കാറ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിളവെടുപ്പ് നമുക്ക് കഴിയുമ്പോഴേക്കും അടുത്തത് നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് ഓരോ കൃഷികൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് പച്ചക്കറികൾ പൊട്ടിക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പം ഇവിടെ ചുമന്ന ചീരയുടേതും പച്ച ചീരയുടെയൊക്കെ വിത്ത് പാകിയിട്ടുണ്ട്. അപ്പോൾ ഇത് കോഴിയുടെ ശല്യം കാരണമാണ് ഇതിങ്ങനെ മൂടി വെച്ചേക്കുന്നത്. പിന്നെ ഇത് വഴുതനയുടെയാണ്. ഇവരൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോഴും കൃഷി ചെയ്യുമ്പോൾ വലിയ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് ചിലവാക്കി കൃഷി ചെയ്യാതെ നമുക്കത് ഈ ചീരയുടെ വിത്തൊക്കെ ഒരു 10 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് കുറേശ്ശെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുക. ഇപ്പം ഈ കുക്കുംബർ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ഒരു തൈക്ക് 4 രൂപ വെച്ചിട്ട് ഒരു 5 തൈ മേടിച്ചപ്പോൾ 20 രൂപയേ ആയിട്ടുള്ളൂ. 20 രൂപയ്ക്ക് പക്ഷേ എനിക്കിതിനകത്ത് നല്ല വിളവാണ് കിട്ടിയത്. ഒരു 6-6.5 കിലോയോളം എനിക്ക് 5 തൈയിൽ നിന്നും 3-4 ദിവസത്തിന് ഇടവിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നു കോഴിവളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു, കോഴിവളം ഇട്ട് കൊടുത്തുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും നല്ല വിളവ് കിട്ടിയത്. അല്ലാണ്ട് വേറെ വളമൊന്നും ഞാൻ ചേർത്തില്ല. എനിക്ക് വേറെ വളങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഇതൊക്കെ എൻ്റെ പിന്നെ കഞ്ഞിവെള്ളം, ചാമ്പൽ, അത്തരത്തിൽ വീട്ടിൽ കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയ കാശ് ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് തട്ടിക്കൂട്ടി നമ്മുടെ സന്തോഷത്തിന് നമ്മൾ വലിയ വിലയൊന്നും വേണ്ട എന്ന് പറയത്തില്ലേ. നമ്മുടെ സന്തോഷങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നത് ഇതേപോലെ കൃഷിക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷവുമാണ്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ലോ.
വെറുതെ ടി വിയുടെ മുമ്പിൽ പോയി ചടച്ചിരിക്കുകയോ അല്ലെങ്കിൽ വെറുതെ കിടന്നുറങ്ങുന്ന സമയത്തിന് കുറച്ച് സമയം, പിന്നെ രാവിലെ ഇറങ്ങി ഒരു അരമണിക്കൂർ ഇങ്ങനെയൊക്കെ ഒന്ന് കിളയ്ക്കുമ്പോൾ, ഇതൊക്കെ ശരിക്കും ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തതാണ്. ഇത് കിളയ്ക്കാനോ കുത്താനോ ഇതൊക്കെ നടാനോ ഇതൊന്നും ആരുടെയും ഹെൽപ്പ് എനിക്കില്ല. കുറേശ്ശെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു അരമണിക്കൂർ ക്ഷീണിക്കുമ്പോൾ അങ്ങ് നിർത്തും. നമുക്കിപ്പം ട്രോഫിയൊന്നും മേടിക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നമുക്ക് നമ്മുടെ സമയങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിക്കുക. ചെറിയ കൃഷിപ്പരിപാടികളൊക്കെ ചെയ്ത്, പിന്നെ ഓരോരുത്തർക്കും ഓരോ സന്തോഷമാണ്. ഇതെൻ്റെ സന്തോഷം, എനിക്ക് ഇതൊക്കെ കാണുന്നതാണ് കൂടുതൽ സന്തോഷം. അപ്പോൾ ഇത് ഇവിടുന്ന് വിളവെടുക്കുന്നത് എൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നത് കാണുമ്പോൾ, വിഷമില്ലാത്തൊരു കാര്യം അവർക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റുന്നത് കാണുമ്പോൾ, അപ്പോൾ അത്തരത്തിലുള്ളൊരു സന്തോഷം. എൻ്റെ വിനോദ സമയങ്ങൾ ഞാൻ ആസ്വദിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്നെ കാണുന്ന ഒരാൾക്കെങ്കിലും ഒന്ന് കൃഷി ചെയ്യാൻ തോന്നുവാണെങ്കിൽ അത്രയും കാര്യം. നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.